أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് തഖ്വയോടുകൂടെ ശക്തമായ ഈമാനോടുകൂടി ജീവിക്കാനും സംതൃപ്തമായ മനസ്സുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും തന്നവൻ നമ്മെ തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സക്കാത്തുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഏതാനും ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വച്ചത്. സക്കാത്ത് എന്നത് ഒരു സങ്കീർണമായ വിഷയമല്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ. കാരണം അല്ലാഹു തആല അവന്റെ ദീനിൽ ഒരു കാര്യം ഫർളാക്കുകയും ആ കാര്യം ദീനിന്റെ അടിസ്ഥാന സ്തംഭമാക്കി മാറ്റുകയും ചെയ്തിട്ട് അക്കാര്യം ആളുകൾക്ക് തിരിയാത്തൊരു കാര്യമായിരിക്കുക എന്നത് ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇത്രമാത്രം സംശയവും ആശയക്കുഴപ്പങ്ങളും അധ്യക്ഷതയുമെന്ന് നമുക്ക് ആലോചിച്ചാൽ പിടുത്തം കിട്ടുന്നില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് നോമ്പ് പോലെ നമസ്കാരം പോലെ ഒക്കെ വളരെ ലളിതമായി എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു തിരിച്ചറിവാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, എല്ലാ മേഖലകളും ശുദ്ധീകരിക്കപ്പെടുമ്പോഴും സാമ്പത്തിക രംഗം ശുദ്ധീകരിക്കുന്നിടത്ത് ശ്രദ്ധ കുറവാണ് എന്നത് ഒരു വലിയ സത്യമാണ്. സാമ്പത്തിക വിനിമയത്തിലെ സൂക്ഷ്മതക്ക് നല്ല കടുപ്പമുള്ള ഈമാൻ ആവശ്യമാണ്. അയാൾക്ക് സാമ്പത്തിക വിശുദ്ധി നിലനിർത്തി പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസത്തിന്റെ പ്രമാണമാണ് സ്വദഖ, സക്കാത്ത് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അസ്വദഖത്തു ബുർഹാനുൻ എന്നാണ്. ബുർഹാൻ എന്ന അറബിയിൽ പറഞ്ഞാൽ സാധാരണ അതൊരു വല്ലാത്തൊരു അർത്ഥമുള്ളൊരു വാക്കാണ്. നമ്മൾ എന്തിനേയും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു തെളിവിനാണ് അറബിയിൽ ബുർഹാൻ എന്ന് പറയുക. സാധാരണ പഴയ കാലത്തുള്ള ആൾക്കാർ പറഞ്ഞു തരുന്ന ഒരു അർത്ഥം അറിയാം. ഒരു നമ്മുടെയൊക്കെ ഓട് വീടുകളൊക്കെ കണ്ടിരിക്കും.
ആ വീടിനിടയിലൂടെ ഉച്ച സമയത്ത് കാണുന്ന ഒരു വെളിച്ചം വരുമല്ലോ, ആ വെളിച്ചത്തിൽ നോക്കിയാൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാ ഓട്ട വെളിച്ചം, ആ വെളിച്ചത്തിൽ നോക്കിയാൽ ഈ റൂമിനകത്ത് പൊടിയുണ്ടോ പുകയുണ്ടോ എല്ലാം കാണും. പക്ഷെ ഇവിടെ നോക്കിയാൽ അത് കാണൂല. എന്നതുപോലെയാണ് നമ്മുടെ ഈമാനിന്റെ ഏറ്റവും പ്രകാശിതമായ രൂപമാണ് സാമ്പത്തിക രംഗത്തുള്ള വിശുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനില് 32 സ്ഥലങ്ങളിൽ സക്കാത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിലെ 28 സ്ഥലങ്ങളിലും അഖീമുസ്സലാ വ ആത്തുസ് സക്കാത്ത്, നമസ്കാരത്തോട് ചേർത്തിയാണത് പറയുന്നത്. നിങ്ങൾ അതിന്റെ ഗൗരവവും പ്രാധാന്യവും ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞുതരിക. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു, ബി ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സക്കാത്ത്, സക്കാത്ത് കൊടുക്കാനും നമസ്കാരം നിലനിർത്താനും ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്ന വാക്കെന്തറിയാം, വമല്ലം യുസക് ഫലാ സലാത്ത ലഹു. ഒരാൾ സക്കാത്ത് കൊടുക്കണില്ല എന്ന് വെച്ചാൽ പിന്നെ അവന്റെ നിസ്കാരത്തിന് എന്താ കാര്യം? അവന്റെ നിസ്കാരം കൊണ്ട് ഫായിദല്ല എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. നോക്കിയേ, നാളെ പാരത്രിക ലോകത്ത് നരകത്തിൽ പ്രത്യേക ശിക്ഷയുണ്ടെന്ന് ഗൗരവപൂർവ്വം ഉണർത്തിയ ഒരേ ഒരു കാര്യം സക്കാത്തിന്റെ കാര്യമാണ്. അതേ ആശയം വരുന്ന ഒരുപാട് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണ്ണവും വെള്ളിയൊക്കെ അവ സമ്പത്ത് കൂമ്പാരമായി കൂട്ടിവെച്ചിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുന്ന ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് സുവാർത്ത അറിയിക്കണം പ്രവാചകരെ. ആ ശിക്ഷയുടെ രൂപം തന്നെ പറഞ്ഞു തരുന്നുണ്ട്. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം. അത് ഒരു തീയിന്റെ വളയമാക്കി കട്ടിയാക്കിയിട്ട് നരകത്തിൽ മാറ്റിയിട്ട് ഫതുഖ്വാ ബിഹാ ബിജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. എന്നിട്ട് അവന്റെ ശരീരങ്ങളിലൂടെ മുഴുവൻ ഭാഗങ്ങളിലും അതുകൊണ്ട് ഇങ്ങനെ ഇസ്തിരിയിടുന്നത് പോലെ പൊള്ളിക്കുന്ന, എന്നിട്ട് അവനോട് പറയും, നീ നിനക്ക് ഉപകാരം കിട്ടുമെന്ന് വിചാരിച്ച് ശേഖരിച്ചു വെച്ച ആ മുതലാണിത് എന്ന് പറയുന്ന. ഒന്നുകൂടെ മനസ്സിലാക്കുക, സക്കാത്ത് കൊടുക്കാതെ തടഞ്ഞു വെക്കുന്നവൻ പിന്നാർ നരകത്തിലാണ്. ഞാൻ വേഗത്തില് ഇതൊരു ഗൗരവം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി തരികയെന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഒരു ഗൗരവം കൂടിയുണ്ട്. ഇപ്പോ സക്കാത്ത് കണക്കാക്കാത്തവരാണോ നമ്മൾ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അത് നൽകാത്തവരാണോ നമ്മളെങ്കിൽ നമ്മളുടെ മരണസമയത്തുടനെ നമ്മുടെ ബന്ധുക്കളും ഉത്തരവാദപ്പെട്ട ആളുകളും ചെയ്യേണ്ടതെന്തറിയാമോ? നമ്മുടെ സ്വത്തിൽ നിന്നാണ് നമ്മുടെ മരണാനന്തര ചെലവുകൾക്ക് വേണ്ടുന്ന പണം എടുക്കേണ്ടത്. മരണാനന്തര ചെലവ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോ ചെലവ് എന്താ? നമ്മുടെ തുണിക്ക് ആകെ 3 തുണി, വളരെ ചെറിയൊരു ക്യാഷ്, പിന്നെ ഖബറിനൊക്കെ എന്തെങ്കിലും ചെറിയ പൈസ വരും. ആ പണം എടുക്കേണ്ടത് നമ്മുടെ സ്വത്തുനിന്നാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്നറിയോ? ഉടനെ നമ്മുടെ പേരിൽ കടം വീട്ടാനുണ്ടെങ്കിൽ അത് കൊടുക്കണം. കൂടെ കരുതേണ്ടത് സക്കാത്തിന്റെ ഭാഗം എവിടെയെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ടോ അതും ഈ മുതലൊന്ന് കൊടുക്കണം. പിന്നീട് ചെയ്യേണ്ടത്, നമ്മൾ ഏതെങ്കിലും നിലക്ക് വല്ല വസീയത്തുകളും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വസീയത്ത് നടപ്പിലാക്കണം. പിന്നെ വരുന്ന സ്വത്ത് മാത്രമാണ് ആർക്കുള്ളത്? അനന്തരാവകാശ മുതലായിട്ടുള്ളത്. അതിലാദ്യം പറഞ്ഞ വാക്കെന്തറിയാമോ? സക്കാത്ത് കടമാണ്, അത് മറ്റൊരുത്തന്റെ ഹക്കാണ്, അത് വീട്ടിയിട്ടായിരിക്കണം നമ്മുടെ അനന്തര മുതൽ പോലും വീതം വെക്കേണ്ടത് എന്നാണ്. സക്കാത്ത് കൊടുക്കാത്തവനെയാണ് ഖുർആൻ മുശ്രിക്കെന്നും കാഫിറെന്നും മുനാഫിക്കെന്നെല്ലാം വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയല്ല. നിങ്ങൾ ഒന്നുകൂടി അണങ്ങിയിരുന്ന് ശ്രദ്ധ എന്നിൽ നിന്ന് പോകാതെ നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. ആർക്കാണ് സക്കാത്ത് നിർബന്ധമാവുക? ഏത് തരം മുതലിലാണ് സക്കാത്ത് നൽകേണ്ടത്? ഒന്നാമത്തെ ഷർത്ത്, ആ മുതല് ഒരു നിർണിത ഉടമസ്ഥൻ ആ സ്വത്തിനുണ്ടായിരിക്കണം. എന്ന് വെച്ചാല് ഒരു വ്യക്തിയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്.
നമ്മുടെ കയ്യിൽ എത്ര വ്യക്തിപരമായി നമുക്ക് എത്ര മുതലുണ്ടോ അതിനാണ് സക്കാത്ത് കൊടുക്കുന്നത്. ഒരു മഹല്ല്, ഈ മഹല്ലിന്റെ അടുത്ത് ഇത്ര സ്വത്തുണ്ട്, അവർ കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് ആ പറഞ്ഞതിനത്. വഖഫിന്റെ മുതലുണ്ടാവും, അതിന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. വ്യക്തിയാണ് എന്ത് ചെയ്യേണ്ടത്, അവന്റെ മുതലിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഒന്നാമത്തതാണ്. രണ്ടാമത്തത്, നമുക്കുള്ള ഈ ഉടമസ്ഥാവകാശം ഉണ്ടല്ലോ, അതെങ്ങനെയായിരിക്കണം, അത് പൂർണ്ണമായിരിക്കണം, ഭാഗികമായിരിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള മുതല് നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ സാധിക്കുന്ന രൂപത്തിലായിരിക്കണം. ഏതെങ്കിലും നിലക്ക് ഇപ്പൊ നമ്മളെ ബാങ്കിൽ നമ്മുടെ സ്വത്തുണ്ട്, അതെന്തെങ്കിലുമൊക്കെ വല്ല ജപ്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള വല്ല തടസ്സങ്ങളും നേരിട്ടാൽ നമ്മൾ വിചാരിക്കുന്നത് സമയത്ത് അത് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. നമുക്കുപയോഗിക്കാൻ പറ്റാവുന്ന വിധം അത് യഥേഷ്ടം ഉദ്ദേശിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ കഴിയണം. മൂന്നാമത്തത്, നമ്മുടെ കയ്യിലുള്ള മുതൽ നല്ലോണം ശ്രദ്ധിക്കണം. സംശയങ്ങളെല്ലാം ഈ പറയുന്നതിലൂടെ തന്നെ അങ്ങ് പോകണം. മൂന്നാമത്തെ ഷർത്ത് എന്ന് പറയാം, കയ്യിലുള്ള മുതല് വളർച്ചയുള്ളതായിരിക്കണം. എന്താണ് ഈ വളർച്ച എന്ന് പറയുന്നതെന്നറിയോ? വരുമാനമുള്ളതോ, വരുമാനത്തിനുള്ളതോ, വരുമാനദായകമോ ആയിരിക്കണം. വരുമാനത്തിനുള്ള മുതലായിരിക്കണം, അല്ലെങ്കിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നതാവണം, അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാവണം. നമ്മൾ താമസിക്കുന്ന വീട്, അത് അത്യാവശ്യം നല്ല മുതലുള്ള ഒരു അത്യാവശ്യം നല്ല എമൗണ്ട് എന്ന് വരാവുന്ന ഒരു വലിയ വീടാന്ന് വെച്ചോളൂ. ആ വീടിന് നമുക്ക് സക്കാത്തില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, അതിന് സക്കാത്തില്ല, അതിന് നമുക്ക് വരുമാനമില്ലല്ലോ. പക്ഷെ നിങ്ങൾ വാടക കൊടുക്കാൻ കെട്ടിയതാണെങ്കിൽ ഈ പറഞ്ഞതല്ല കേട്ടോ. നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ സ്വഭാവം വേറെയാണ്. അതേ വീടിന്റെ മുകളിൽ വേറെ നമുക്ക് വാടകയ്ക്കുള്ള ബിൽഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സ്വഭാവം വേറെയാണ്. നമ്മൾ താമസിക്കുന്നിടത്ത് വരുമാനമില്ലാത്തതാണെങ്കിൽ, പക്ഷെ ആ വീട് ഉണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കണം? നമ്മൾ സക്കാത്ത് കൊടുത്ത ശുദ്ധമായ മുതൽ കൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. ഇപ്പോ വരുമാനമില്ലാത്ത സ്ഥലം, ഒരാൾക്കൊരു 50 ഏക്കർ സ്ഥലം ഉണ്ട് നോക്കുക, ഇതൊന്നും വരുമാനങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലില്ല. പിന്നെ കാർഷിക വിളക്ക് ഉപയോഗിക്കുന്ന സ്ഥലമാണെങ്കിൽ ആ വിളവിനാണ് എന്ത് കൊടുക്കേണ്ടത്? സക്കാത്ത് കൊടുക്കേണ്ടത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നാലാമത്തൊരു നിബന്ധന വർഷം പൂർത്തിയാവുക എന്നതാണ്. നമ്മുടെ കയ്യിൽ സമ്പത്ത് വന്നാലുടൻ സക്കാത്ത് നിർബന്ധമാവുന്നില്ല, അതിനൊരു കൊല്ലം തികയണം. ഈ വാക്കുകൾ നല്ല ഒന്നുകൂടി അനങ്ങിയിരുന്ന് കേൾക്കണം കേട്ടോ. ലാ സക്കാത്ത ഫീ മാലിൻ ഹത്താ യഹൂല അലൈഹിൽ ഹൗൽ. ഒരു കൊല്ലം തികയുമ്പോഴാണ് സക്കാത്ത് നിർബന്ധമാവുക. വർഷം പൂർത്തിയാവുക എന്നുള്ളത് നിർബന്ധമാണ്. എന്നാലോ പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരാൾ കൊടുത്താലോ അത് ഹൈറാണ്. നേരെ ഞാൻ പറഞ്ഞുതരാം. ചില ആളുകൾ ഇതിനെ സൂചിപ്പിക്കുന്നറിയാം. പണ്ഡിതന്മാർക്കിടയിൽ 2 തരത്തിലുള്ള സംശയങ്ങളുണ്ട്. അതിൽ ചില ആളുകൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറഞ്ഞു തരുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിൽ സമ്പത്ത് വന്ന ആ നിമിഷം അതിന്റെ സക്കാത്തിന്റെ വിഹിതം മാറ്റിവെച്ച് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സൂക്ഷ്മതയ്ക്ക് നല്ലത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എങ്ങനെ? നിങ്ങൾക്ക് നമ്മൾ ഏത് വസ്തുക്കളാണെങ്കിലും ശുദ്ധീകരിച്ചിട്ടല്ല ഉപയോഗിക്കുക, അല്ലെ? ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം വളരെ വൃത്തിയുള്ളതും അത് വേവിച്ചൊക്കെ ആക്കിയിട്ടാണല്ലോ. അല്ലെങ്കിൽ ചില സാധനം നമ്മൾ കഴുകിയാണ് ഉപയോഗിക്കുക, ചിലതാണെങ്കിൽ അതിന്റെ തൊലി ചെത്തിയാണ് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ അത് വൃത്തിയുള്ളതാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക എന്നതിന്റെ അടിസ്ഥാനം പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒരു നിശ്ചിത വിഹിതം വന്നാൽ അതിന്റെ മറ്റൊരാളുടെ ഹക്ക് മാറ്റിവെച്ചായിരിക്കണം നമ്മൾ അത് ഉപയോഗിക്കേണ്ടത് എന്നാണ്. ഇനി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറ്റക്കാരനാവുക എന്നപ്പോഴാണ് ഒരു കൊല്ലം തികഞ്ഞാലാണ്. അങ്ങനെ തന്നെ മനസ്സിലാകണം. എല്ലാം അങ്ങനെയല്ല. ഒരു കൊല്ലം തികഞ്ഞാലാണ് കൊടുക്കേണ്ടത്. പക്ഷെ എല്ലാതും അങ്ങനെയല്ല. ഏതാണ്? അതൊന്ന് വ്യത്യാസമുള്ളത് കാർഷിക വിളകൾക്ക് മാത്രമാണ്. സൂറത്ത് അൻആമില് 141-ാമത്തെ വചനം, ആ വചനത്തിൽ
നമ്മൾ കാർഷിക വിളകളെ കുറിച്ച് വളരെ ഭംഗിയായി അല്ലാഹു വിശദീകരിക്കുകയാണ്. അതിലെ ഈന്തപ്പനയുണ്ട്, മറ്റു കൃഷികളുണ്ട്, നമ്മൾ തിന്നുന്ന സൈത്തൂനുണ്ട്, റുമ്മാനുണ്ട്, എല്ലാം ഉണ്ട്. ഇത് പറയാണ്, കുലൂ മിൻ സമരിഹി, നിങ്ങളതിന്റെ കായ്കനികൾ തിന്നോളൂ. ഇതാ അസ്മറ, അത് പഴങ്ങളായി വരുമ്പോൾ, വആതു ഹഖഹു യൗമ ഹസാദിഹി, അത് വിളവെടുക്കുന്ന കൊയ്തെടുക്കുന്ന സമയത്ത് അതിന്റെ ഹക്ക് നിങ്ങൾ ഉടനെ കൊടുത്തു വീട്ടുകയും വേണം. അങ്ങനെ ഇപ്പൊ നെല്ല് കൊയ്തെടുക്കുന്ന സമയത്താണെങ്കിൽ അത് കൃത്യമായി കണക്കാക്കുന്നു. 600 കിലോയിൽ വരാവുന്ന നെല്ല് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 5%, അതിന്റെ കണക്ക് ഞാൻ വേറൊന്ന് പറഞ്ഞുതരാം. അതിന്റെ 5% എന്ത് ചെയ്യണം, നമ്മൾ സക്കാത്തായി കൊടുക്കുന്നു, ബാക്കി നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവക്കെല്ലാം അഥവാ കാർഷിക വിളവിനെല്ലാം ഒറ്റ പ്രാവശ്യമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, കൊയ്തെടുക്കുമ്പോൾ മാത്രം. പിന്നെ എത്ര സമയവും വർഷവും ഈ മുതൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്നാലും നമ്മൾ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധന നിസാബ് എത്തുക എന്നതാണ്. ഒരാൾക്ക് സക്കാത്ത് ബാധകമാവുന്നതിന്റെ മിനിമം അളവിനാണ് നമ്മൾ നിസാബ് എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, ഒന്നും കൂടി ശ്രദ്ധിക്കണേ. നിസാബ് എന്ന് പറയും നമ്മൾ അതിന്റെ പരിധി എത്തുക. സ്വർണത്തിന് 20 ദീനാറാണ് അതിന്റെ പരിധി. വെള്ളിക്ക് 200 ദിർഹമാണ് അതിന്റെ പരിധി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ കാനത് ലക 100 ദിർഹമിൻ ഫഹാല അലൈഹൽ ഹൗൽ ഫഫീഹാ സകാത്തുൻ മിഖ്ദാറുഹാ 5 ദറാഹിം. നിന്റെ പക്കൽ 200 ദിർഹം, ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയം, ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയം. നിന്റെ അടുക്കൽ 200 ദിർഹം വെള്ളി നാണയമുണ്ടെങ്കിൽ 590 ഗ്രാം വെള്ളിയുടെ അത്ര മൂല്യം നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതിന് എത്ര കൊടുക്കണം? 200 പറഞ്ഞത്, അപ്പൊ 5% കൊടുക്കണം. 100 ആണെങ്കിൽ 2.5 അതിന്റെ കണക്ക് വരുന്നത്. സ്വർണമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനതൊന്നും അതിലേക്ക് ഓരോന്നായി ഉള്ള ചെറിയ സമയം കൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇതെല്ലാം എങ്ങനെ നൽകണം? ശമ്പളം, കച്ചവടം, നിങ്ങൾ വരണേ, വാടക, നിക്ഷേപങ്ങൾ, ആഭരണങ്ങൾ, ഇതെല്ലാമല്ലോ അപ്പൊ നമ്മുടെ കയ്യിലുള്ളൊരു മുതൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും. ശമ്പളം എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ അടിസ്ഥാന ആവശ്യം കഴിഞ്ഞ് നിസാബെത്തുക എന്നാണ്. ഒരാൾക്ക് സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒരാൾക്ക് ഒരു 50,000 രൂപ ഒരു മാസം വരുമാനമുണ്ടെങ്കിൽ ഒരു കൊല്ലത്തിൽ അയാളുടെ കയ്യിൽ കൃത്യമായി കൂട്ടിയാൽ 6 ലക്ഷം രൂപ വരും. ഇതിൽ നിന്ന് അവന്റെ അടിസ്ഥാന ആവശ്യം, ഞാന്, എന്റെ കുടുംബം, ആ കുടുംബത്തിന് വരുന്ന ചെലവുകൾ, അവർക്ക് നിർബന്ധമായ ചെലവുകൾ ഏതൊക്കെയാണ്? അത്തരം ഞാൻ ചെലവിന് നൽകൽ നിർബന്ധമായ ആളുകളുടെ ഭക്ഷണം, വസ്ത്രം, ചികിത്സ, വീട്ടുവാടക, ഇതെല്ലാം ഒഴിവാക്കിയാൽ, ഇതാണല്ലോ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചെലവുകൾ എന്ന് പറയുന്നത്. ഇതെല്ലാം ഒഴിച്ചു നിർത്തിയാൽ ഒരു കൊല്ലത്തിൽ നമുക്ക് എത്ര ബാക്കി വരും? ഒരു കൊല്ലം കൂട്ടുമ്പോൾ ഒരു മാസത്തിൽ എത്ര വരും? 50 റുപ്യക്ക് ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 25-നും 30-നും ഇടക്ക്, അതിന്റെ മീതൊന്നും വലിയത് വരൂല. ചില മാസം ഹോസ്പിറ്റൽ കേസൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ അങ്ങനെ ഒപ്പിച്ചു പോകാൻ കഴിയും. എങ്കിൽ സഹോദരങ്ങളെ, കൊല്ലത്തിൽ 6 ലക്ഷം രൂപയിൽ നമുക്കൊരു അതിന്റെ ഒരു 50% കഴിച്ചാൽ 3 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ 7,500 രൂപ നമ്മൾ സക്കാത്ത് കൊടുക്കണം. വളരെ സിമ്പിളാണ്. ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഇതിൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ പറയാം, അത് ഒന്ന് അനങ്ങിയിരിക്കണം കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. 50,000 രൂപ എനിക്കൊരു മാസം കിട്ടിയ 50,000 ചെലവാകുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അതാണ് നമ്മുടെയൊക്കെ ന്യായമുള്ളത്. 50,000 ചെലവാവും അല്ലെ? ചിലപ്പോ നമുക്ക് 50,000 മതിയാവില്ല, 10,000 കൂടി കടം വാങ്ങേണ്ടി വരും. ഇത് മുഴുവനായും നമ്മൾ ചെലവഴിക്കുന്നത് അടിസ്ഥാന ആവശ്യങ്ങൾക്കാണോ?
ചിലപ്പോൾ നമുക്ക് ടൂർ പോകേണ്ടി വരും, നമുക്ക് പാർട്ടികൾ നടത്തേണ്ടി വരും, ഉയർന്ന വസ്തുക്കൾ വാങ്ങേണ്ടി വരും, കാറ് വാങ്ങേണ്ടി വരും, AC ഉപയോഗിക്കേണ്ടി വരും. ഇതെല്ലാം ഹലാലാണ്. പക്ഷെ അതിന് നമ്മൾ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയാൻ കഴിയില്ല. അതിന് സക്കാത്തിന്റെ മുതലിൽ നിന്ന് കുറക്കാൻ പാടില്ല. ആണ് മനസ്സിലാക്കേണ്ടത്. അത് സക്കാത്തിന്റെ മുതലിൽ നിന്ന് കുറക്കാൻ പാടില്ല. എന്റെ അമ്മക്ക്, വാപ്പാക്ക്, എന്റെ ഭാര്യയ്ക്ക്, എന്റെ മക്കൾക്ക്, എന്നെ ആശ്രയിച്ച് കഴിയുന്ന ഈ ആളുകൾ, ഇവർക്ക് അവർക്ക് വരുന്ന അടിസ്ഥാന ചെലവുകൾ കഴിച്ച് ഒരു മാസം എന്റെ അടുക്കൽ കിട്ടാവുന്നത്, ഒരു കൊല്ലത്തിൽ ഞാനൊരു വരുമാനക്കാരനാണെങ്കിൽ എത്ര വരും എന്നെങ്കിൽ അതിന് 590 ഗ്രാം വെള്ളിയുടെ പണമുണ്ടെങ്കിൽ അതിന്റെ 2.5% നമ്മൾ കൊടുക്കണം. അത് ഈ പറഞ്ഞപ്പോ 2 ലക്ഷം റുപ്യുള്ളൂ നോക്കുക എങ്കിൽ 5000 രൂപ അത് മറ്റൊരാളുടേതാണ്, അത് കൊടുക്കണം, അത് കൊടുത്തേ പറ്റുള്ളൂ എന്നാണ്. അങ്ങനത്തെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ആഭരണം, അതിന്റെ സക്കാത്ത് 2 തരമാണ്. ആഭരണം എന്ന് പറയുന്നതിന് 2 തരമാണ്. ഒന്ന് സ്വർണ്ണ, വെള്ളിയുണ്ട്, അതല്ലാത്ത സാധനങ്ങളുണ്ട്. ഇവയില് സ്വർണത്തിനും വെള്ളിക്കും മാത്രമാണ് നമ്മളോട് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിരുന്നത്. നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അതാണ്. മറ്റുള്ളവ നമ്മൾ വാങ്ങുമ്പോൾ സക്കാത്ത് നൽകിയ പണം കൊണ്ട് വാങ്ങണം, അപ്പോഴാണ് അത് ശുദ്ധമാവുക. സഹോദരങ്ങളെ, ഈ സ്വർണത്തിന്റെ നിസാബ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ മനസ്സിലാക്കണമെങ്കിൽ സംശയം നല്ല വരുന്നൊരു കാര്യമാണ്. 20 ദീനാറാണ്. 20 ദീനാർ എന്ന് പറഞ്ഞാൽ 85 ഗ്രാം സ്വർണമാണ്. 85 ഗ്രാം എന്ന് പറഞ്ഞാൽ അപ്പോ അതാണ് അതിന്റെ നിസാബ്. 84 ഗ്രാം സ്വർണം ഉപയോഗിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? അനുമതി കൊടുക്കുന്നുണ്ട്. 84 ഗ്രാം എന്നതാണ് എത്ര? 10.5 പവൻ എന്ന് പറഞ്ഞു. അപ്പൊ അത്ര പവനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? അത് കൊടുക്കേണ്ടതില്ല. അതേസമയം ഒരാളെടുത്ത് 10.5 പകരം 11 പവനാണുള്ളത് നോക്കുക. 11 പവൻ ഉണ്ടെങ്കിൽ ആ 11 പവനും കൊടുക്കണം. അരപ്പവനല്ല കൊടുക്കേണ്ടത്. 10.5 വരെ അതിന്റെ നിസാബാണ്. 10.5 കഴിഞ്ഞ് 11 12 കയ്യിലുണ്ടെങ്കിൽ, 12 ഉണ്ടെങ്കിൽ 1.5 കൊടുക്കേണ്ടത്, 12 കൊടുക്കണം. സാധാരണഗതിയിൽ വീട്ടിലെല്ലാവരെയും കൂട്ടി നൽകണോ? ആരാണ് അതിന്റെ ഉടമ? ആരാണ് ആ സ്വത്തിന്റെ ഉടമയെങ്കിൽ ആ ഉടമയാണ് കൊടുക്കേണ്ടത്. അതെന്തിനങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇസ്ലാമിൽ സക്കാത്ത് നൽകേണ്ടത് സക്കാത്തിന്റെ ഉടമയാണ്. സ്വത്ത്, ഒരു സ്വർണത്തിന്റെ ഉടമ ആണാ പെണ്ണ? നമ്മുടെ ഭാര്യയുടെ സ്വർണത്തിന്റെ ഉടമ ഞാനാണോ അതോ എന്റെ പെണ്ണാണോ? പെണ്ണിന് കിട്ടിയ മുതൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്തറിയാം? പെണ്ണിന്റെ മുതൽ പെണ്ണിന്റേതാണ്, നമ്മുടെ തല. അത് നിന്റേതാണെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പൂതി വെച്ചിട്ടിരുന്നത് കാര്യമല്ല. അതിന് അവകാശം പറയാൻ നമുക്ക് അധികാരമില്ല. ഒരാൾ ശമ്പളക്കാരിയാണ്, ആ ശമ്പളക്കാരിയാണെങ്കിൽ അത് അവരുടെ അവകാശമാണ്, നമുക്ക് തരണമെന്നില്ല. കാരണം കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടുന്ന നിർബന്ധ ബാധ്യതയുള്ളത് പുരുഷന് മാത്രമാണ്, സ്ത്രീക്കല്ല. ഞാൻ മനസ്സിലാക്കാൻ റിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. സൂറത്തുൽ നിസായിലെ 34-ാമത്തെ ആയത്താണത്. അപ്പോ നമ്മളുടെ ഭാര്യയുടെ മുതല് അത് എന്റേത് തന്നെയാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല, അത് അവരുടേതാണ്. ഇസ്ലാം കുടുംബബാധ്യത അവരുടെ തലയിൽ വെച്ച് കൊടുത്തിട്ടില്ല, സക്കാത്ത് മാത്രമാണ് കൊടുക്കേണ്ടത്. ഇന്ന് നമുക്കത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചോളൂ എന്ന് മാത്രം ദാനമായി തന്നാൽ അവകാശവാദം ഉന്നയിക്കാൻ ഒരിക്കലും പോകേണ്ടതില്ല. ആ ബാധ്യത നമുക്കൊട്ടില്ലാണ്. അതിന്റെ കൃത്യമായ കണക്ക് നോക്കി 10.5 പവനിൽ മുകളിലുണ്ടെങ്കിൽ അവരത് നൽകിയിരിക്കണം. വളരെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. അടുത്തത് റിയൽ എസ്റ്റേറ്റ് ആണ്. സാധാരണ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ വിനിമയ രീതി എന്ന നിലയിൽ വിൽപ്പന നടത്തുന്ന സമയത്ത് അതിന്റെ സക്കാത്ത് നൽകി നമ്മളത് വാങ്ങിയിട്ടു, വലിയൊരു മുതലുണ്ട്. ഇനി അത് പോയാൽ മാത്രമല്ലേ പണം വരുള്ളൂ. ഇമാം മാലിക് റഹിമഹുള്ളയെ പോലെയുള്ള വലിയ വലിയ ആലിമീങ്ങൾ പറയുന്നത് ഓരോ വർഷവും നൽകാന്ന് പറയുന്നത് പ്രായോഗികമല്ല. വിൽക്കുമ്പോൾ ആ പണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിന്റെ സക്കാത്തിന്റെ വിഹിതം കൊടുത്ത് 5 ലക്ഷം റുപ്യക്ക് വിറ്റാൽ അതിന്റെ 2.5% നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചാണ് ആ പണം ഉപയോഗിക്കേണ്ടത്. പിന്നെ ഷെയർ, വേഗത്തെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 2 നിലക്കുള്ള ഷെയറുകളുണ്ട്. ഒന്ന് ഷെയർ മാർക്കറ്റിൽ ഇടുന്ന പണം,
അതറിയുന്നവർക്കറിയാം, ഷെയർ മാർക്കറ്റിൽ ഇടുന്ന പണം എന്നത് നമ്മുടെ കീശയിലുള്ള പണം പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ഷെയർ നമുക്കുണ്ടെങ്കിൽ എന്റെ കയ്യിൽ എത്ര പണമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ മാർക്കറ്റിലെ നിലവാരം അനുസരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, അത് വിൽപ്പന നടത്താം. എങ്കിൽ ആ സമയത്തുള്ള അതിന്റെ മാർക്കറ്റ് വില എത്രയാണോ അത് നോക്കിയിട്ട് അവിടെയുള്ള പണത്തിന്റെ 2.5% നമ്മൾ കൃത്യമായി നൽകണം. അപ്പൊ എന്റെ കയ്യിൽ എത്ര ഷെയർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി നോക്കുക, കൊടുക്കുക. വേറെ ചില ഷെയറുകളുണ്ട്, അതേതാ, അത് നമ്മുടെ കച്ചവടത്തിൽ നമ്മൾ ഷെയർ കൂടി മൂലധനം തിരിച്ചു കിട്ടണമെന്ന് നമ്മൾ വിചാരിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അത് കച്ചവടത്തിൽ അങ്ങനെ ഇറങ്ങിപ്പോയി, അത് നിർണയിക്കാനൊട്ട് കഴിയുന്നുമില്ല. എങ്കിൽ അതിന്റെ വരുമാനം നോക്കിയിട്ട്, ആ മുതലിനല്ല, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നോക്കിയിട്ട് അതിന്റെ ശതമാനം അനുസരിച്ചാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഡെപ്പോസിറ്റ് ഉണ്ടാവും. ആ ഡെപ്പോസിറ്റ് എങ്ങനെ നോക്കിയിട്ട്, ഡെപ്പോസിറ്റ് എത്ര ഉണ്ടോ, ഫിക്സഡ് ആണെന്നുണ്ടെങ്കിലും ശരി, അത് എത്ര ലക്ഷമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കൊല്ലം കൂടുമ്പോൾ ഓരോ കൊല്ലത്തിനും അതിന്റെ 2.5% വെച്ച് കൊടുക്കണം. അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ പറയുന്നത് വെച്ചാൽ പണം ഒരിക്കലും ഫിക്സഡ് ആയിട്ട് ഇടേണ്ട ഒരു സാധനമല്ല. അതിങ്ങനെ നന്നായി നടക്കേണ്ടതാണ്. അതില്ലാതെ നമ്മൾ കരുതി വെക്കുന്നു എങ്കിൽ എല്ലാ വർഷത്തിലും അതിന്റെ 2.5% നൽകണം. ഇനി നമ്മൾ പിന്നെ കൂടുതൽ നമുക്ക് പറയാൻ സമയമല്ല. പിന്നെ അതോടൊപ്പം തന്നെ ഈ കാർഷിക വിളകൾ, ഭൂമിക്ക് സക്കാത്ത് വേണ്ട, വരുമാനത്തിനാണ് സക്കാത്ത്. അത് 5% നൽകുന്നതുണ്ട്, 10% കൊടുക്കുന്നതുണ്ട്, 20% കൊടുക്കുന്നതുണ്ട്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇപ്പോ നനച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും നനവ് കൊടുത്തിട്ടാണ് കൃഷി ലഭിക്കുന്നതെങ്കിൽ അതിന് 5%. നമ്മൾ വിളവിട്ടു, നമുക്ക് വേറെ അതിലൊരു ചെലവ് വരുന്നില്ല എങ്കിൽ അതിന് 10% കൊടുക്കണം. പിന്നെ നമ്മുടെയൊക്കെ പറമ്പിൽ കൂറി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, കല്ലെടുക്കുന്നത് പോലുള്ള സ്ഥലങ്ങൾ ഈ നിധി കിട്ടാന്നൊക്കെ പറയും പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ. ഏതെങ്കിലുമൊക്കെ കുഴിച്ചെടുക്കുമ്പോൾ ഈ സാധനം അങ്ങനെ കോറി പോലെയുള്ളത് എന്തേലുമാണ്, നമ്മുടേതായ ഒരു ചെലവ് അതിലില്ല എന്നുണ്ടെങ്കിൽ അതിന് 20% നമ്മൾ സക്കാത്ത് കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, എന്തും നിങ്ങളുടെ സംശയം കുറച്ചും കൂടി ചിന്തിച്ചാൽ തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അറിയേണ്ടത്, സക്കാത്തിന്റെ വിഹിതം മാറ്റിയില്ലെങ്കിൽ ആ സമ്പത്ത് മുഴുവനും ഹറാമാവും. മൻ അദ്ദാ സക്കാത്ത മാലിഹി ഫഖദ് ദഹബ അൻഹു ശർറുഹു. സക്കാത്ത് കൊടുക്കുന്നതോടുകൂടെ ആ മുതലിന്റെ എല്ലാ ഷർറും നീങ്ങി. ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതറിയാം, നമ്മുടെ കുടുംബത്തിന് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല്ല. അത് ചോദിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ പിന്നെ 2 തരം സക്കാത്തുകളുണ്ട്. ഫുഖഹാക്കൾ പറയുന്നത്, ഒന്ന് പ്രത്യക്ഷമായ സക്കാത്തും ഒന്ന് പരോക്ഷമായ സക്കാത്തും. പ്രത്യക്ഷം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ തെങ്ങ്, ഈ നമുക്കിങ്ങനെ കണ്ടാൽ, നാൽക്കാലികൾ കണ്ടാൽ നമുക്ക് എടുക്കാൻ കഴിയാവുന്നതിനാണ് എന്ത് പറയല്, നമ്മൾ പ്രത്യക്ഷമായ വസ്തുക്കൾ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ സ്വന്തം കൂട്ടിക്കൊടുക്കുന്നതാണ്. നമ്മുടെ ശമ്പളം അത് വേറൊരാൾക്ക് അറിഞ്ഞോളുന്നില്ല, നമ്മുടെ സ്വർണം ഇത് വേറൊരാൾക്ക് അറിഞ്ഞോളുന്നില്ല, അത് നമ്മൾ കണക്കാക്കി കൊടുക്കുന്നതാണ്. ഇതിന് രണ്ടിനും 2 തരത്തിലുള്ള അവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ കാര്യം, ഈ 8 വിഭാഗം ആളുകൾക്കാണ് എന്ത് ചെയ്യേണ്ടതെന്നറിയാം, സക്കാത്ത് കൊടുക്കേണ്ടത്. സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്ത് സഹോദരങ്ങളൊന്ന് എടുത്തിട്ട് വായിക്കണം. അതില് ഫക്കീർ, മിസ്കീന്, ഈ സക്കാത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകള്, മനസ്സുകൊണ്ട് ദീനിലേക്ക് ഇണക്കം വന്നവര്, കടബാധ്യതയുള്ള ആളുകള്, അടിമകള്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വഴിയാത്രക്കാര്, ഇത്തരം 8 ആളുകളാ. ഈ 8 ആളുകൾക്ക് ഇത് വീതിച്ച് അതിന്റെ ക്രമം അനുസരിച്ച് ആവശ്യമുള്ളത് ആർക്കാണോ കൊടുക്കണം. അപ്പൊ കുടുംബത്തിലുണ്ടോ, ഒറ്റവാക്കിൽ അതിൽ പറയുന്നൊരു വാക്കുണ്ടോ, ഉലമാ, ഇപ്പൊ ഞാൻ സംരക്ഷിക്കേണ്ടതാണ് എന്റെ വാപ്പ, എന്റെ ഉമ്മ. ഇതിന് മുകളിലേക്ക് പോകുന്ന ആളുകളുണ്ടാവും. അവരാരൊക്കെ, എന്റെ വല്യപ്പ, വല്യമ്മ, അവരുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടല്ലോ, അത് എന്റെ സ്വന്തം സംരക്ഷണത്തിൽ വരുന്നതാണ്. എന്റെ മക്കൾ, പിന്നെ മക്കളുടെ മക്കൾ, ഇതെല്ലാം എന്റെ ആശ്രിതരായി നിൽക്കേണ്ടതാണ്. ഇവർക്കൊരിക്കലും നമ്മൾ എന്ത് കൊടുക്കരുത്, സക്കാത്ത് കൊടുക്കരുത്. അവർക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ മുതലാണ്.
അവർക്ക് സക്കാത്തിന്റെ വിഹിതം വരരുത് എന്നുള്ളതാണ്. ബാക്കി വളരെ കൃത്യമായ ഉലമാവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സക്കാത്ത് സെല്ലിൽ വന്നിട്ടാണ് അത് കൊടുക്കേണ്ടത്. പക്ഷേ നിന്റെ ബന്ധങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ ആളുകൾ ഇങ്ങനെ ഒരു വിഹിതം അങ്ങോട്ട് കൊടുത്തു ഒരു വിഹിതം അങ്ങോട്ട് കൊടുക്കുന്നത്. പക്ഷെ കൊടുക്കുമ്പോൾ പ്രത്യേകം ഈ 8 വിഭാഗങ്ങളെ പ്രത്യേകം പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും നമ്മുടെ സക്കാത്തിന്റെ മുഴുവൻ എമൗണ്ടുകളും ഈ സെല്ലിനെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് അതാണ് ഏറ്റവും ഹൈറുള്ളത്. അവരാണ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എവിടെയൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ പ്രയാസങ്ങൾ ദൂരീകരിക്കേണ്ട ബാധ്യത അവർക്കാണ്. പിന്നെ നമ്മുടെ കുടുംബത്തിന് കൊടുക്കേണ്ടത് ഏതാ? 100 റുപ്യ ഉണ്ട് എന്നുണ്ടെങ്കിൽ 2.5 റുപ്യ ഇവിടെ കൊടുക്കണ്ടുള്ളൂ. 97 റുപ്യ കയ്യിലുണ്ടല്ലോ. ഈ 97 രൂപ കൊണ്ടാണ് അവരെ സംരക്ഷിക്കേണ്ടത്. പക്ഷെ എന്നാലും നമ്മുടെ വസുവാസുകൾ തീരാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത് എന്ന് ചോദിച്ചാൽ കുടുംബത്തിൽ അകന്ന ബന്ധുക്കൾ ഉണ്ടെങ്കിൽ പോലും അവരെയും പരിഗണിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണെന്നാണ്. പ്രിയപ്പെട്ടവരെ, വാക്കുകൾ ചുരുക്കുകയാണ്. ഇനിയും കുറേ കാര്യങ്ങൾ ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. സക്കാത്ത് നൽകിയാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിന് സംതൃപ്തി കിട്ടും. ഞാനത് പിന്നീട് ഒരിക്കൽ വിശദീകരിച്ചു തരാം. നമ്മുടെ മനസ്സിന് കുളിരും സന്തോഷവും വരും. സക്കാത്ത് ഒരു കരുതി വെപ്പാണ്. അത് മാത്രമല്ല, സക്കാത്ത് നൽകിയാൽ നമ്മുടെ സ്വത്തിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കും. സക്കാത്ത് നൽകാത്തവനെ നിങ്ങൾ സ്നേഹിക്കരുത് എന്നാണ് ഉലമാക്കൾ പറയുന്നത്. അവനുമായി അകലം പാലിക്കണം. ഇത്ര വരെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയാള് സലാം പറഞ്ഞാൽ പോലും നിങ്ങൾ സലാം അടക്കരുത് എന്നാണ്. അത് സക്കാത്ത് തരാത്തവനാണെങ്കിൽ അത്ര പോലും പരിഗണന അയാൾക്ക് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മലക്കുകളുടെ പ്രാർത്ഥനകളെ വരെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. പിശുക്കി നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം നമ്മുടേതല്ല. ഈ സമയം കണ്ണടയുന്നതോടുകൂടെ അതൊക്കെ അടിച്ചു പൊളിക്കാൻ വേറെ ആൾക്കാരുണ്ടാവുക. നമുക്ക് നമ്മുടേതാക്കി മാറ്റണ്ടേ? നമ്മുടേതാക്കി മാറ്റാനുള്ള കരുതലാണ് ഈ രംഗത്ത് ഉണ്ടാവേണ്ടത്. മറ്റുള്ളവരുടെ ഹക്കുകളെ അറിഞ്ഞ് മനസ്സിലാക്കി നൽകേണ്ടത് കൊടുത്ത് ഉള്ളതിൽ ബർക്കത്തിനെ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ ശ്രമിക്കണം, പ്രാർത്ഥിക്കണം. റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും തുണക്കുകയും ചെയ്യുമാറാവണം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ വഹബീബിനാ മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒറ്റ കാര്യം മാത്രമേ സൂചിപ്പിക്കാൻ സമയമുള്ളൂ. ഒന്ന്, നമ്മൾ ശഅബാനിലേക്ക് ഇങ്ങോട്ട് നല്ലോണം കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഉത്സാഹത്തോടുകൂടെ കൂടുതൽ സുന്നത്ത് നോമ്പെടുത്തിരുന്ന മാസമായിരുന്നു ഇത് എന്നാണ്. പക്ഷേ നമ്മൾ ഈ ശഅബാൻ മാസത്തിൽ നമ്മൾ പ്രത്യേകം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ജുമുഅക്ക് വരവുണ്ടല്ലോ, അത് പറയാൻ കുറേ സമയം വേണം. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പെങ്കിലൊക്കെ നമുക്ക് എത്താൻ കഴിയില്ലായിരുന്നോ? ആ ജുമുഅയുടെ ഗൗരവം നമ്മിൽ നിന്ന് പോവരുത്. അത് പോയാൽ നമ്മുടെ ഈമാൻ ക്ഷയിക്കുന്നു എന്നതിനാണ് അതിന്റെ അർത്ഥം. നമുക്ക് തിരക്കുകളും സംഗതികളൊക്കെ ഉണ്ടാവും. എന്ത് തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്താണെന്ന് പറയാം, കുറച്ചുകൂടി ഗൗരവം അതിന് കൊടുത്ത് ആ സമയത്തിന് ഒന്ന് ഒരുക്കാൻ തയ്യാറാവണം എന്നാണ് ഒറ്റ വാക്കിൽ അത് സൂചിപ്പിക്കുന്നത്. അതും ഏറെ പുണ്യകരമായ ഒരു സംഗതിയാണ്. പിന്നെ ശഅബാനൊക്കെ അടുക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ സുന്നത്ത് നോമ്പുകളും ഒക്കെ എടുത്തിരുന്നു എന്ന് പറഞ്ഞിടത്ത് ഇന്ന് നമ്മുടെ ഉമ്മത്തിൽ കാണുന്നത് ഒരുപാട് ബിദ്അത്തുകളാണ്. ആ ബിദ്അത്തുകൾ എന്ന് വെച്ചാൽ രിസ്കിനെ ചോദിക്കാൻ, ആയുസ്സിനെ ചോദിക്കാൻ, അതേപോലെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ പ്രത്യേകം ദുആകളും യാസീനുകളൊക്കെയാണ് കേൾക്കുക. പ്രിയപ്പെട്ടവരെ, അത് ശഅബാനിൽ മാത്രം ചോദിക്കേണ്ട ചോദ്യമല്ല. എല്ലാ ദിവസവും ആ ദിവസം ബർക്കത്തുള്ളതാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കേണ്ടത്. സുബഹ് നമസ്കരിക്കുന്നവർക്കാണ് എല്ലാ ബർക്കത്തും ഉണ്ടാവുക. അപ്പൊ നമ്മുടെ രിസ്കിലും നമ്മുടെ ആയുസ്സിലൊക്കെ നമ്മൾ എന്നും പടച്ചവനോട് എന്ത് ചെയ്യണം? ബർക്കത്തിനെ ചോദിക്കുകയും നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണം. ബിദ്അത്തുകൾ വരുന്നതിനെ നമ്മൾ പേടിക്കണം. അമലു സ്വാലിഹാത്തുകൾ നല്ലോണം ചെയ്യുക. ആ ചെയ്യുന്നിട തന്നെ മുത്തുനബി പഠിപ്പിച്ചു തരാത്തത് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് പ്രത്യേകം അകന്നു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. സാമ്പത്തിക വിശുദ്ധീകരണമില്ലാതെ
ഞാൻ തന്നെ പറയണേ, സാമ്പത്തിക വിശുദ്ധീകരണമില്ലാതെ നമ്മളെ നിസ്കാരവും നോൽക്കൊന്നും അള്ളാഹുവിന്റെ അടുക്കലും ഉണ്ടാവൂല എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഉള്ളതിനെ വൃത്തിയാക്കി വൃത്തിയുള്ളത് ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട്, എല്ലാതരം ബർക്കത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ സകല കൽപ്പനകളെയും ഇഷ്ടത്തോടുകൂടെ മനസ്സ വാച കർമ്മണ അത് സ്വീകരിക്കാനുള്ള തൗഫീഖ് പടച്ച് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സാമ്പത്തികമായ ശുദ്ധീകരണം അത് നല്ല സംതൃപ്തിയോടുകൂടെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കാനുള്ള തൗഫീഖ് പടച്ച് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് എല്ലാവിധത്തിലുള്ള തൗഫീഖും സന്തോഷവും സമാധാനവും ബർക്കത്തും തന്ന് രണ്ട് ലോകത്തും നമ്മെ തുണക്കുമാറാവട്ടെ. നമ്മളോട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. രോഗങ്ങളിൽ നിന്ന് ശിഫ കിട്ടാൻ, എല്ലാതരം കഷ്ടപ്പാടുകൾ മാറാനെല്ലാം പടച്ച റബ്ബ് എല്ലാ തരത്തിലുള്ള മുസീബത്തുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ സഹോദരങ്ങളെയും പിന്നെ നമ്മുടെ കുടുംബങ്ങളെയും ഉമ്മത്തിനെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പടച്ചവൻ നമുക്കെല്ലാം സൗഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഖഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم عافنا من كل بلاء الدنيا ومصيباتها وفتنة كلها وعذاب القبر وعذاب النار اللهم حسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.